Hello everyone, welcome back to Xylem Learning. It's me Jamshad. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഉണ്ടാവാറുള്ള എഡിറ്റിങ്ങിനെ പറ്റിയാണ്. സാധാരണ എല്ലാവരും പറയുന്നത് പോലെ എഡിറ്റിംഗ് കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഒരു എക്സാക്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്കത് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ. നോക്കൂ, ഇതിൽ എന്തൊക്കെയാണ് ജസ്റ്റ് വായിച്ചു നോക്കാം. റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാം. എന്നിട്ട് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, the boy doesn't want the balloon forgets wet. He sees an old man with a open umbrella. The boy runs after he and talks to him. ഇതാണ് കൊടുത്തിട്ടുള്ളത്. കുറേ സ്ഥലത്ത് ഇവിടെ wants കൊടുത്തിട്ടുണ്ട്, for കൊടുത്തിട്ടുണ്ട്, he, a, അതുപോലെ തന്നെ he. ഇതൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എങ്ങനെ ഇത് കണ്ടെത്താം എന്നുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ ദ ബോയ് ഡസന്റ് വാണ്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവാവുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ ദ ബോയ് വാണ്ട്സ് എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്. നോക്കൂ, എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബോയ് എന്നുള്ളത് സിംഗുലർ ആണ്. ബോയ് സിംഗുലർ ആണ്. ഓക്കെ, ബോയ് എന്നുള്ളത് സിംഗുലർ ആണ്. ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാൾ മാത്രമാണെങ്കിൽ ഇവിടെ വാണ്ട്സ് എന്ന് പറയും. ഓക്കെ, ദ ബോയ് വാണ്ട്സ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഓൾറെഡി ദ ബോയ് എന്നുള്ളതും വാണ്ട്സ് എന്നുള്ളതും തന്നെയാണല്ലോ വന്നുള്ളത്. ഇനി എന്താണ് അവിടെ മിസ്റ്റേക്ക് എന്ന് ചോദിക്കും. പക്ഷെ മിസ്റ്റേക്ക് കിടക്കുന്നത് ഇവിടെ ഡസ് അല്ലെങ്കിൽ ഡസന്റ് എന്നതിലാണ്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദ ബോയ് വാണ്ട്സും ദ ബോയ് വാണ്ടും ശരിയാണ്. കാരണം ദ ബോയ്സ് എന്നുള്ളത് പ്ലൂരൽ ആണ്. പ്ലൂറൽ ആവുന്ന സമയത്ത് ഇവിടെ എസ് വേണമെന്നില്ല, അത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ദ ബോയ് എന്ന് വന്നിട്ടും എസ് കൂടെ വന്നു. ആക്ച്വലി ദ ബോയ് എന്ന് വന്നിട്ടും എന്ത് വന്നു? എസ് വന്നു. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. നോക്കൂതാ, ഈ ഒരു സംഭവത്തിൽ ദ ബോയ് വാണ്ട് എന്നുള്ളത് എങ്ങനെ? ദ ബോയ് വാണ്ട്സ് എന്നുള്ളത് ഈക്വൽ ആണ് എന്തിനോട്? ദ ബോയ് ഡസ് വാണ്ട് എന്നതിനോട്. ആക്ച്വലി ഇവിടെയുള്ള ഈ എസ്സിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഡസ് എന്ന് യൂസ് ചെയ്തു. ആക്ച്വലി ഈ വാണ്ട്സ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ ഈ വാണ്ട്സ് എന്നുള്ളത് ഈക്വൽ ടു ഡസ് വാണ്ട്. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതി തരാം. ഡസ് വാണ്ട്. ഓക്കെ, ആ എസ്സിന് പകരം ഡസ് വന്ന് കണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവോട് കൂടി ദ ബോയ് നോട്ട് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ദ ബോയ് ഡസിന്റ് വാണ്ട് എന്നേ പറയുള്ളൂ. അല്ലാതെ ദ ബോയ് ഡസിന്റ് വാണ്ട്സ് എന്ന് നമ്മൾ പറയില്ല. കാരണം ഓൾറെഡി എസ്സിന് പകരം ഡസ് എന്നുള്ള ഒരു സംഭവം അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ വാണ്ട്സ് എന്ന് പറയൽ എന്താണ്? ദാറ്റ്സ് മിസ്റ്റേക്ക്. സോ ഇനി നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇവിടെ ദ ബോയ് ഡസിന്റ് വാണ്ട്, അവിടെ എസ് അങ്ങോട്ട് കളയണം. കാരണം ഇവിടെ ഡസ് ഉള്ളത് കൊണ്ട്. ഓക്കെയാണ്. നെക്സ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഫോർ ആണ്. ഫോർ. ഇവിടെ എന്താ ഫോർ യൂസ് ചെയ്താല്? ദ ബോയ് ഡസന്റ് വാണ്ട് ടു ദ ബലൂൺ ടു ഗെറ്റ് വെറ്റ് എന്നാണ് പറയേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ടൂവും ഫോറും ഒരേപോലെ യൂസ് ചെയ്യും. വേണ്ടി എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് ടൂനും ഫോറിനും ഒക്കെ നമുക്ക് കിട്ടുന്നത്. കാരണം എന്നുള്ളൊരു അർത്ഥം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് വേർബ് ആണെങ്കിൽ, എങ്ങനെ? വേർബ് ആണെങ്കിൽ, ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിനു മുമ്പ് എന്തേ യൂസ് ചെയ്യുള്ളൂ? ടു മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ട്രിക്കാണ് മക്കളെ, ട്രിക്കാണ്. ഓക്കെ, ടു മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു എക്സാമ്പിൾ, ഐ വെന്റ് ടു ദ സ്റ്റോർ ടു ബൈ. ബൈ എന്നുള്ളത് വാങ്ങുക എന്നുള്ളത് ഒരു പ്രവൃത്തിയല്ലേ, ഒരു നൗൺ അല്ലല്ലോ, വേർബ് അല്ലേ. അപ്പൊ അതിനു മുമ്പ് ടു യൂസ് ചെയ്തു, ടു ബൈ മിൽക്ക്. പക്ഷെ അവിടെ എന്ത് വരികയാണ്? ഐ വെന്റ് ടു ദ സ്റ്റോർ ഫോർ മിൽക്ക്. ഒരു മിൽക്ക് എന്നുള്ളത് എന്താണ്? ആക്ച്വലി നൗണാണ്. മിൽക്ക് നൗണാണ്. ഒരു പ്രവൃത്തിയാണോ മിൽക്ക്? അല്ല. അപ്പൊ അവിടെ ഫോർ യൂസ് ചെയ്തു. അപ്പൊ ടൂവും ഫോറും എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകാം. ഇവിടെ ഫോർ ഗെറ്റ് എന്നുള്ളത് എന്താണ് മക്കളെ? എന്താണ്? ഗെറ്റ് എന്നുള്ളത് വേർബ് ആണ്. ഗെറ്റ്, കിട്ടുക അല്ലെങ്കിൽ ആവാൻ വേണ്ടി. ടു ഗെറ്റ് വെറ്റ്, നനയാൻ വേണ്ടി. ഓക്കെ, അതെന്താണ്? അത് ആക്ച്വലി വേർബ് ആണ്. അതുകൊണ്ട് തന്നെ എന്തേ യൂസ് ചെയ്യാൻ പറ്റൂ? ടുവേ യൂസ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഹീ സീസ് എന്നാണ്. അവിടെ പ്രത്യേകിച്ച് കാണുന്ന സമയത്ത് ഒരു മിസ്റ്റേക്കും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. അത് ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. കാരണം എന്താ? കാരണം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. ആ ഫുൾ സ്റ്റോപ്പിന് ശേഷം നമ്മൾ ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. ക്യാപിറ്റൽ
ലെറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. എ ഓപ്പൺ വിത്ത് എ ഓപ്പൺ അംബ്രല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. എ നല്ല ഇവിടെ കൊടുക്കേണ്ടത്. കാരണം എന്താ, നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ഓ എന്നുള്ളത് എന്താണ്? ഓപ്പണിന്റെ ആ ഒരു ഓ എന്താണ്? ശരിക്ക് വവൽ സൗണ്ട് ആണ് അല്ലെ. വവൽ സൗണ്ട് മുന്നിൽ വന്നാൽ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് എ യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ആൻ യൂസ് ചെയ്യേണ്ടത്? എക്സാമ്പിൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ്ഡ് ബിഫോർ ഏത് എ യൂസ് ചെയ്തു ബിഫോർ വേർഡ്സ് ബിഗിനിങ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ട് അല്ലാത്ത സൗണ്ട്. എ ഇ ഐ ഒ യു എന്നീ സൗണ്ടുകളല്ലാത്ത വേർഡുകളല്ല കേട്ടോ, അത് വേറെ പറയുന്നുണ്ട്. ആ സൗണ്ടുകൾ അല്ലാത്ത സൗണ്ടുകൾക്കാണ് കോൺസണന്റ് സൗണ്ട് അറിയാം. മാന്റെ മാ സൗണ്ട് ഏതാണ്? കോൺസണന്റ് ആണ്. കാരണം എ ഐ ഒ സൗണ്ട് അല്ല. അപ്പൊ എ യൂസ് ചെയ്തു. ലാമ്പ് ലാ സൗണ്ട് എ ഐ ഒ ഉണ്ടോ? ഇല്ല. ക്യാറ്റ് അതൊക്കെ എ യൂസ് ചെയ്യുന്നു. ഇനി എ ഇ ഐ ഒ യു എന്നുള്ള ആ ഒരു സൗണ്ട് വരികയാണെങ്കിൽ an apple, ഓക്കെ, അത് വരികയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? വവൽ സൗണ്ട് യൂസ് വരികയാണെങ്കിൽ an യൂസ് ചെയ്യും. an apple, an eraser, an umbrella. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ അംബ്രല്ല ആണ് അല്ലേ. ഓപ്പൺ എന്നുള്ള സംഭവമാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു വേർഡ് മാത്രം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് ആൻ ആണോ എ ആണോ യൂസ് ചെയ്യേണ്ടത്. അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കണം, അതിന്റെ സൗണ്ട് നോക്കണം. വവൽ സൗണ്ട് എന്നാണ് പറഞ്ഞുള്ളത്. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ശരിക്കും ഇവിടെ എച്ച് ആണ്. എച്ച് വവൽ സൗണ്ട് ആണോ? വവൽ ലെറ്റർ ആണോ? വവൽ ലെറ്റർ ആണോ? അല്ല. എ ഇ ഐ ഒ യു എച്ച് ഉണ്ടോ? പക്ഷെ ഇവിടെ ആൻ വന്നതോ? an hour. ആക്ച്വലി അത് എച്ച് സൈലന്റ് ആണ്. അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് an hour. അപ്പോ ഈ ഓ എന്താണ്, അല്ലെങ്കിൽ അവ എന്നുള്ള ആ സൗണ്ട് എന്താണ്? വവൽ സൗണ്ട് ആണ്. അതുകൊണ്ട് ആൻ യൂസ് ചെയ്തു. an honest boy, സെയിം. എച്ച് എന്നുള്ളത് ഒരിക്കലും അത് വവൽ ലെറ്റർ അല്ല, പക്ഷെ വവൽ സൗണ്ട് ആണ് കേട്ടോ ഈ ഒരു വേർഡിൽ. അതുപോലെ നേരെ തിരിച്ചുണ്ടാവും. യു എന്നുള്ളത് എന്താണ്? ശരിക്കും എ ഇ ഐ ഒ യു വവൽ സൗണ്ട്, വവൽ ലെറ്ററിലല്ലേ. പക്ഷെ ആ എ ഐ ഒ എന്നുള്ള ഈ ഒരു യു എന്നുള്ള സൗണ്ട് എന്തിലല്ല? വവൽ സൗണ്ട് അല്ല വരുന്നത്. സോ എ യൂണിറ്റ്, എ യൂണിവേഴ്സിറ്റി എന്നാണ് പറയാ. അല്ലാതെ ഒരിക്കലും ആൻ യൂണിവേഴ്സിറ്റി, ആൻ യൂണിറ്റ് ഒന്നും പറയില്ല. ആൻ എ വൺ ഐഡ് പേഴ്സൺ എന്നൊന്നും പറയില്ല. മീൻസ് വണ്ണില് ഓക്കെ, അത് വേറെ വരുന്നുണ്ട്. ഓക്കെ, വടവ ആ ഒരു എക്സാമ്പിളിലേക്ക് കൂടുതൽ പറയുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ ആണോ? ഇങ്ങനെയും വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇങ്ങനെ തന്നെ വേറെ ഉള്ളൂ. കൂടുതൽ കൺഫ്യൂഷൻ ആക്കിയിട്ടൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല. ഓക്കെ, ക്ലിയർ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ എന്താ? ബോയ് റൺസ് ആഫ്റ്റർ ഹി എന്ന് പറയുന്നു. അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നില്ലേ? ഇവിടെ സബ്ജക്റ്റ് പ്രൊനൗണും ഒബ്ജക്റ്റ് പ്രൊനൗണും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സബ്ജക്റ്റ് പ്രൊനൗണിന്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺ. ആ ഒരു പേര് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ഒരു പ്രൊനൗൺ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഹി ഷി ഇറ്റ്, ഒരാളുടെ പേരിന് ഒരു വസ്തുവിനൊക്കെ പകരം വരുന്നതിനാണ് പ്രൊനൗൺ. നൗണിന് പകരം വരുന്നതിനാണ് പ്രൊനൗൺ വരിക. ആ പ്രൊനൗൺ തന്നെ സബ്ജക്റ്റീവ് ആയിട്ടും വരും, ഒബ്ജക്റ്റീവ് ആയിട്ട് വരും. നോക്കാം. ഐ എന്ന പ്രൊനൗൺ. ഓക്കെ, ഒരു എക്സാമ്പിൾ. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഞാനാണ് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഞാനാണ്. ഇനിയിപ്പോ നമ്മൾ എന്നെ എന്ന് പറയാണ്. മീൻസ് ആക്ച്വലി ഐ എന്ന ഈ ഞാനെ ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്ന സമയത്ത് ഹി ലവ്സ് മീ. അപ്പൊ മീ ഒബ്ജക്റ്റ് ആക്കിയിട്ട്, ഓക്കെ, ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് മീ എന്ന് പറയും. യു എന്നാണ് പറയാം. ഐ ലവ് യു, ഓക്കെ, ഹി ലവ് യു എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നാലും യു ലവ് ഹിം എന്നൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴും സബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റ് ആയാലും യു തന്നെ വരും. അതുപോലെ തന്നെ ഇവിടെ ഹി വരുന്ന സമയത്ത് എന്താ പറയാ, ഹി എയ്റ്റ് മാംഗോ, അവൻ മാങ്ങ തിന്നു എന്ന് പറയുന്നു. അവൻ മാങ്ങ തിന്നു, അത് സബ്ജക്റ്റ് ആണ് ഹി. അല്ലെങ്കിൽ ഇനി അവനെ എന്ന് പറയുന്ന സമയത്ത് എന്താ പറയാ, ഐ ലവ് ഹി എന്ന് പറയോ? ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എന്ത് പറയും? ഹിം എന്ന് പറയും. ആ ഹിം ആണ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. ബോയ്സ് റൺ ആഫ്റ്റർ ഹി എന്ന് പറയില്ല, ഹിം എന്ന് പറയണം. ഓക്കെ, കാരണം എന്താ? ഇവിടെ ഓൾഡ് മാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓൾഡ് മാൻ ആയതുകൊണ്ട് തന്നെ എന്താണ്? ഹിം ആണ് വരേണ്ടത്. അപ്പോ അവിടെ ആ ഒരു പ്രൊനൗണിൽ ഉണ്ടായ മാറ്റമാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെയൊക്കെ വരും. ഷീ ആണെങ്കിൽ ഹെർ വരും. ഇറ്റ് സെയിം തന്നെ. വി ആണെങ്കിൽ അസ്, യു സെയിം തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദേ ആണെങ്കിൽ ദെം വരും. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഇതൊക്കെ മൈൻഡിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ എന്താവുക, എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. കൂടാതെ നിങ്ങൾക്ക് എന്താണ്
ഇതുപോലത്തെ കുറേ ഡിസ്കോഴ്സ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻ ഏതാണെന്നും അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണോ എന്നുള്ളതും ജസ്റ്റ് കമന്റ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മൊബൈലിലേക്ക് സജഷൻ ആയിട്ട് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് ഹാവ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ ചാപ്റ്റർ with another like these discourses. Until then, it's a bye. Thank you.